ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ആസക്തിയില്ലായ്മ, അതാണ് ആയുധം. അസംഗശസ്ത്രേണ, ആസക്തിയില്ലായ്മ എന്നുള്ള ആയുധം. ഈ ലോകത്തിൽ ഏറ്റവും ബലമേറിയ ആയുധം അതാണ്. നൈട്രജൻ ബോംബ് പോലും അതല്ല ബലമില്ല, ഇതിന്റെ മുന്നിൽ നിഷ്ഫലമാണ്. ഏറ്റവും ബലമേറിയ ആയുധം അത് അനാസക്തിയാണ്. അതുകൊണ്ടാണ് മഹാത്മജി ഗീതയ്ക്ക് അദ്ദേഹം ഭാഷ്യം രചിക്കുന്നുണ്ട്, വ്യാഖ്യാനം അനാസക്തി യോഗം. കാരണം ഈ പ്രപഞ്ചത്തിന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരേ ഒരു മാർഗം അതാണ്, അനാസക്തിയാണ്. അതിന് പ്രാധാന്യം ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ആ വ്യാഖ്യാനം പോകുന്നത്. എല്ലാ വ്യാഖ്യാനത്തിലും ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഓരോരുത്തരും ഓരോന്നിന് പ്രാധാന്യം കൊടുക്കും. ലോകമാന്യ തിലകൻ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്യാഖ്യാനം കൊടുത്തു. അത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എല്ലാ കാലഘട്ടത്തിലും അത് വേണം. അന്ന് ഒരു വലിയ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനത്തിനെ അദ്ദേഹം രംഗത്തിറക്കാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യൂ, അത് അദ്ദേഹം അതിനുള്ള സന്ദേശം ഗീതാ വ്യാഖ്യാനത്തിലൂടെ നൽകി. അത് നിഷ്കാമമായി ചെയ്യാൻ ഗാന്ധിജി ഉപദേശിക്കുന്നു. അപ്പോഴേ അഹിംസ ഉണ്ടാവുള്ളൂ. അതാണ് അഹിംസയാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ആ അഹിംസയുടെ ശക്തി ചൈതന്യം അത് അനാസക്തിയാണ്. അങ്ങനെ അസംഗം എന്നുള്ള ആയുധത്താൽ ഈ അശുദ്ധത്തെ മുറിച്ചു മാറ്റണം. നമ്മെ ബന്ധിച്ചിടുന്നത് ആസക്തിയാണ്. വേറൊന്നും നമ്മെ ബന്ധിക്കാനില്ല. യഥാർത്ഥ ഈ ലോകത്തിൽ ഒന്നിനും നമ്മെ ബന്ധിക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പോഴും ബദ്ധരല്ല. ഈ അവസ്ഥയിലും രാജാവായാലും അതേപോലെ തന്നെ ഡിക്റ്റേറ്റർ ആയാലും വലിയ വലിയ ഭരണാധിപന്മാരായാലും സാധാരണ ഉദ്യോഗസ്ഥന്മാരായാലും സാധാരണ മനുഷ്യരായാലും ഇതര ജീവരാശികളായാലും ആരും ബന്ധനസ്ഥരല്ല. എല്ലാവരും സ്വതന്ത്രരാണ്. പക്ഷേ അത് അറിയുന്നില്ല. എന്തേ കാരണം? ആസക്തി. എനിക്ക് ഇന്നതിന്നതൊക്കെ എന്റേതായിട്ടുണ്ട്, ഇന്നതിന്നതൊക്കെ കാരണവന്മാര് തന്നു, ഇന്നതിന്നതൊക്കെ ഞാൻ നേടിയെടുത്തു, ഇന്നതിന്നതൊക്കെ എനിക്ക് നേടണം. ഇതാണ് ആസക്തി. ആ ആസക്തി കൊണ്ട് ഈ ആസക്തി എവിടുന്നാ വരുന്നേ? നമ്മുടെ ഉള്ളിൽ നിന്നാ വരുന്നേ. നമ്മളിൽ നിന്നുണ്ടാകുന്ന ആസക്തി അതാണ് കർമാനുബന്ധീനി മനുഷ്യലോകെ എന്നൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സൃഷ്ടിക്കുന്നതായ ഈ വല, ഇരുമ്പ് ചങ്ങല, ആ ഇരുമ്പ് ചങ്ങല, നമ്മൾ സൃഷ്ടിച്ച ഇരുമ്പ് ചങ്ങല നമ്മെ പിടിച്ച് അങ്ങോട്ട് കെട്ടും. ആന തന്നെ അതിനെ കെട്ടാനുള്ള ഇരുമ്പ് ചങ്ങല ഉണ്ടാക്കി സ്വയം കെട്ടിയിട്ടാൽ എങ്ങനെ ഇരിക്കും? പാപ്പാ പോലും വേണ്ട. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആന ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ അതാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതായ ആ ചങ്ങല, ആ ചങ്ങലക്കെട്ടിനെ നമുക്ക് മുറിക്കാനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അനാസക്തി. അതാണ് ഏറ്റവും ബലമേറിയ ആയുധം. സകല യുദ്ധങ്ങളും ആസക്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. സകല ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള പന്തയും ആസക്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. സകല ആയുധങ്ങളും പ്രവർത്തിക്കുന്നത് ആസക്തിയിൽ നിന്നിട്ടാണ്. ഇതിനെയെല്ലാം തോൽപ്പിക്കാൻ ആയുധം കൊണ്ട് ആയുധത്തെ തോൽപ്പിക്കാൻ പറ്റൂല. എന്നുവെച്ചാൽ വൈരാണി സാമ്യന്തി വൈരേണ ഭരതർഷഭ. വ്യാസം പറയും, വൈരം കൊണ്ട് വൈരം ഇല്ലാണ്ടാവില്ല, വർദ്ധിക്കുകയുള്ളൂ. പിന്നെയോ വൈരം ഇല്ലാണ്ടാവണമെങ്കിൽ അനാസക്തി കൊണ്ട് മാത്രമായിട്ട്. വൈരത്തെ ഉണ്ടാക്കുന്നത് ആസക്തിയാണ്. കാരണം ഈ ലോകത്തിൽ ന്യൂട്രോൺ ബോംബിനെക്കാളും ഏറ്റവും ഭീകരമായിരിക്കുന്ന കരുത്തുറ്റതായ, ഭീകരമല്ല കരുത്തുറ്റതായ, അനുഗ്രഹദായകമായ, ആനന്ദജനകമായ, ജ്ഞാനജനകമായ ആയുധം അതാണ് അനാസക്തി. അതാണ് അശ്വത്ഥമേനം
സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. തതഃ, അതിനും അപ്പുറത്ത്, ഈ അശ്വത്ഥത്തിനും അപ്പുറത്ത്, നമ്മൾ പരിചയിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനും അപ്പുറത്ത്, ഈ പ്രപഞ്ചത്തെ, ഈ അശ്വത്ഥത്തെ ദൃഢമായി ഛേദിച്ചാൽ അതിനും അപ്പുറത്ത് തത് പദം, ആ പദത്തെ, ഏതൊരു പരമമായിരിക്കുന്ന തത്വത്തിലാണോ ഈ ലോകമുണ്ടായി, ഈ അശുദ്ധമുണ്ടായി, നിലനിന്ന് പ്രവർത്തിച്ച് ഇങ്ങനെ വിലയം പ്രാപിക്കുന്നത്, ആ പദം, എല്ലാത്തിനും ആധാരമായിരിക്കുന്ന ആ പദം, അങ്ങനെ പറയാൻ പറ്റൂ. അതെന്നൊക്കെ പറയാൻ പറ്റൂ. ആ പദം എന്നൊക്കെ പറയാൻ പറ്റൂ. ആ പദം എന്താണ് എന്ന് പറയാൻ പറ്റൂ. അത് പറയാൻ നമ്മുടെ മനസ്സിന് ശേഷിയില്ല. അത് എന്ന് മാത്രം പറയാം. അതാണ് ഓങ്കാര മന്ത്രജപത്തിന്റെ പ്രാധാന്യം. അകാരവും ഉകാരവും മകാരവും, അതിൽ കൂടി നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. സ്ഥൂല സൂക്ഷ്മകാരണ ജഗത്തുകൾ തുടങ്ങിയെല്ലാം അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം. അങ്ങനെ ആയിൽ തുടങ്ങി ഊയിലൂടി കടന്ന് മകാരം കടന്ന് അമാത്രയിലെത്തും. മാത്രയില്ലാത്തിടം, കാരമില്ലാത്തിടം, പരമമായിരിക്കുന്ന സ്ഥാനം. അതിന് പേരില്ല, പേര് സാധ്യവുമല്ല. അതുകൊണ്ട് അതിനെ തുരീയം എന്നൊക്കെ പറയും. നാലാമത്തേതെന്ന് പറയും. അത്രേ ഉള്ളൂ, അതേ പറയാൻ പറ്റൂ. ജാഗ്രത എന്ന് ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് ഈ അവസ്ഥ ജാഗ്രത. പിന്നെ സ്വപ്നം, അത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും കിട്ടുന്ന ഒരു വേറൊരു അനുഭവമാണ്. പിന്നെ അതിനപ്പുറം സുഷുപ്തി, ഇതൊക്കെയുണ്ട്. ഈ 3 അവസ്ഥകള് നമുക്ക് ഈ ജഗത്തിലുണ്ട്. സാധനകൾ നല്ലവണ്ണം അനുഷ്ഠിച്ച് അപ്പുറം ചാടാൻ റെഡിയായ ആളുകൾ, ഹനുമാൻ സമുദ്രം ചാടുന്നത് പോലെ, അങ്ങനെയുള്ളവരാണ് തുര്യത്തിലോട്ട് കയറുന്നത്. ഹനുമാൻ ചാടിയത് തുര്യത്തിലേക്കാണ്. അതിനൊരു പേരില്ല. ഇതിന് ജാഗ്രത എന്നും സ്വപ്നം എന്നും സുഷുപ്തി എന്നും പേരുണ്ട്. കാരണം ലോകത്തിനുള്ളിലാത്, അപ്പുറം ലോകത്തിനുള്ളിലല്ല. അവിടെ ഭാഷ എത്തില്ല, മനസ്സെത്തില്ല. അതാണ് തുരീയം. നാലാമത്തേത് ഇതിനകത്തുള്ള പേരാ പറയുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്, അരുന്ധതിയെ കാണിക്കുന്നത് പോലെ. നാലാമത്തേത് ആഞ്ജനേയൻ ചാടിപ്പോയതുപോലെ, ആഞ്ജനേയൻ തിരിച്ച് ചാടി രാമന്റെ സമീപത്തേക്ക് വന്നതുപോലെ. അതാണ് തതഃപദം തത് പരിമാർഗിതവ്യം. അങ്ങനെയുള്ളത് ആ പദത്തെ, ആ പരമപദത്തെ പരിമാർഗിതവ്യം, അന്വേഷിക്കണം. ആ പദത്തിന്റെ പ്രത്യേകത എന്തെന്നറിയൂ? യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. യസ്മിൻ ഗതാ, എവിടെ എത്തിച്ചേർന്നാലാണോ പിന്നെ ആരും ന നിവർത്തന്തി, മടങ്ങി വരാത്തത്, ഭൂയഃ, വീണ്ടും മടങ്ങി വരാത്തത്. അതിനു മുന്നേ എവിടെ പോയി കഴിഞ്ഞാലും മടങ്ങി വരും. ഇവിടെ പോയി കഴിഞ്ഞാൽ മടങ്ങി വരില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ആയി കഴിഞ്ഞു. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ആനന്ദമാണല്ലോ. ആ ആനന്ദത്തിന് അഖണ്ഡമായ പരമമായിരിക്കുന്ന അനുഭവം, അതാണത്. അവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ ബന്ധനങ്ങളില്ല. കാരണം മായയ്ക്ക് അപ്പുറം പോയി, പ്രകൃതിക്ക് അപ്പുറം പോയി. അവിടെ കെട്ടുപാടുകളില്ല. നേരത്തെ അനുഭവിച്ചതെല്ലാം വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് അപ്പൊ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആ പുതിയ ആ ആനന്ദത്തിന്റെ, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ ലബ്ധിയില് ഇങ്ങനെ അതിൽ തന്നെ ലയിച്ച് ഇരിക്കും. അതുകൊണ്ടാണ് പിന്നെ അതിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരില്ല. അതാണ് ഭൂയഃ, വീണ്ടും ന നിവർത്തന്തി, മടങ്ങി വരുന്നില്ല. എവിടെ എത്തിയാലാണോ ആളുകൾ മടങ്ങി വരാത്തത്, ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതിനെ പരിമാർഗിതവ്യം, അന്വേഷിക്കണം. ഈ മരത്തെ, ഈ അശ്വത്ഥത്തെ വെട്ടിക്കളഞ്ഞിട്ട് അതിനപ്പുറത്തുള്ള ആ പരമപദത്തെ അന്വേഷിക്കണം. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസൃതാ പുരാണി. അങ്ങനെ ഇരിക്കുന്ന ആദ്യനായ, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനായ, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയുടെ പരിമിതി കൊണ്ടാണ്. അദ്ദേഹത്തിന് ഇല്ല എന്നൊരവസ്ഥയില്ല. ഇല്ല എന്നൊരവസ്ഥ ഉണ്ടെങ്കിലേ ഉണ്ട് എന്ന് പറയേണ്ടതുള്ളൂ. ഇവിടെ ഇപ്പൊ ആനയില്ല, ഈ ഉത്സവത്തിനെ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ ആനയുണ്ടോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ആന ഉണ്ടോ? ഉണ്ട്. ആന ഇല്ലയോ? ഇല്ല. കാരണം എപ്പോഴും ആന ഉണ്ടാവണമെന്നില്ല.
അതുകൊണ്ടാണ് അവിടെ ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. ഉണ്ട്, ആന ഉണ്ട് എന്ന് പറയുന്നതിനും പ്രസക്തിയുള്ളത്. ഉണ്ട് എന്ന് പറയുന്നതിനുള്ള പ്രസക്തി ഇല്ലായ്മ എന്നുള്ള ഒരു ഘട്ടം, ഒരു അനുഭവം എപ്പോഴാണോ പ്രസക്തമായി തീരുന്നത് അപ്പോഴാണ് ഉണ്ടാകുന്നത്. പരമാത്മാവിന് ഇല്ലായ്മ എന്നുള്ളതില്ല. അതുകൊണ്ട് ഉണ്ട് എന്ന് പറയുന്നത് പോലും അപ്രസക്തമാണ്. എങ്കിലും തൽക്കാലം നമ്മൾ ഈ ഉണ്ട് എന്നുള്ള അവസ്ഥയും ഇല്ല എന്നുള്ള അവസ്ഥയൊക്കെ കൂടിക്കലർന്നതായ പരിമിതികളുള്ളതായ ഈ ലോകത്തിലെ പരിമിതികളുള്ളതായ ബുദ്ധി വെച്ചുകൊണ്ട് നാം ചിന്തിക്കുകയും പറയുകയും ഒക്കെ ആണല്ലോ. അതുകൊണ്ടാണ് അവിടെ ആ പരമാത്മ പദം ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളതിനും അവിടെ പ്രസക്തിയില്ല. അദ്ദേഹം ആദ്യനാണ്, ആദ്യമേ ഉണ്ട്, അല്ലെങ്കിൽ ആദ്യമേ ഉള്ളവൻ. അതാണ് നമ്മുടെ ഭാഷയുടെ പരിമിതി കൊണ്ട്, ബുദ്ധിയുടെ പരിമിതി കൊണ്ട് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു. അങ്ങനെ ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനായിട്ടുള്ള തമേവ, അവനെ തന്നെ പ്രപദ്യേ, ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ആദ്യം പുരുഷം, അദ്ദേഹം പുരുഷനാണ്. ഈ പ്രപഞ്ചമാകുന്ന പുരത്തിൽ ഇരിക്കുന്നവൻ, പ്രപഞ്ചം പുരം, 9 വാതിലുകളുള്ള പട്ടണം, അതിലിരിക്കുന്നവൻ, അതുകൊണ്ട് പുരുഷൻ. നമ്മുടെ ഈ ശരീരവും പുരമാണ്. ഈ പുരത്തിൽ അവൻ തന്നെ ഇരിക്കുന്നു, വേറെ ആരുമില്ല. അവൻ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ ഇരിക്കുന്നു, പുരുഷൻ. ആ പുരുഷനെയാണ്, പുരുഷോത്തമനെയാണ് നമ്മളിതാ നേരിട്ട് കാണാനായിട്ട് പോകുന്നത്. അവൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നു, ആ പുരുഷൻ. അങ്ങനെ ആദ്യനായിരിക്കുന്ന ആ പുരുഷന്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനും, ഈ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളുടെ ഉള്ളിലിരിക്കുന്നവനും, ആറ്റമുകൾക്കുള്ളിലിരിക്കുന്നവനും, സബറ്റോമിക് പാർട്ടിക്കിളുകൾക്കുള്ളിലിരിക്കുന്നവനും, അണ്ഡകടാഹങ്ങൾക്കുള്ളിലിരിക്കുന്നവനും, ഇതിനെല്ലാം അപ്പുറവും ഇരിക്കുന്നവനും ഒക്കെയായിട്ടുള്ള ആ പുരുഷൻ. ആ പുരുഷനെ പ്രപദ്യയെ, ശരണം പ്രാപിക്കുന്നു. അവന്റെ മഹത്വം എന്നറിയോ? യഥാ പ്രവൃത്തി പ്രസൃതാപുരാണി. അവനിൽ നിന്നിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്രമം ശക്തിചലന രൂപത്തിൽ, ആ സ്പന്ദത്തിന്റെ രൂപത്തിൽ തുടങ്ങി ഇങ്ങനെ അത്യന്തം പുരാതനമായ ആ കാലം മുതല് നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആരിൽ നിന്നാണോ ഈ ശക്തിചലനം അതിപുരാതന കാലത്ത് ആരംഭിച്ചത്, ആരിൽ നിന്നാണോ ഈ ശക്തിചലനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്, ആ പുരുഷനെ ശരണം പ്രാപിക്കൂ. തമേവ പ്രപദ്യേ, അവനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു പരിപൂർണമായ സമർപ്പണം നമ്മുടെ ഹൃദയത്തില് ഉണ്ടാകണം. അപ്പോഴാണ് അർജുനൻ അങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിച്ചത്. ആ അർജുന വിഷാദയോഗത്തിന്റെ പ്രസക്തി അതാണ്. അർജുനന്റെ ആ വിഷാദം സാത്വികമാണ്, ലോകത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടായതാണ്. എങ്കിലും അത് വിഷാദമാണ്, സാത്വികമായ വിഷാദം. ആ വിഷാദം യഥാർത്ഥത്തില് പരിത്യജിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. അപ്പോ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ശാധിമാം ത്വാം പ്രപന്നം, നിന്നെ ഞാനിതാ ശരണം പ്രാപിച്ചിരിക്കുന്നു. നീ എന്നെ ഉപദേശിച്ചാലും എന്നെ പഠിപ്പിച്ചാലും അങ്ങനെ ശരണം പ്രാപിക്കൂ. അർജുനന് തന്റെ മുന്നില് ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ സഗുണ സാകാരമായിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി, ശരണം പ്രാപിക്കാനുള്ള ഭാഗ്യമുണ്ടായി.